ിലേക്ക് തിരിച്ചെത്താം. ശ്രീ റോണി കെ ബേബി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുടിനുമായി ചർച്ച നടക്കും എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. എനിക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞ ട്രംപ് ഞാൻ കൂടിക്കാഴ്ചയ്ക്കില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് പുടിൻ ആണ് എന്നതാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും സ്ഥിരത പുലർത്താത്ത വ്യക്തിയാണ്. അടുത്തുകൂടി പോയാൽ ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തുന്ന മനുഷ്യനാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലും എണ്ണയുടെ കാര്യത്തിലുമൊക്കെ ട്രംപ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനാവശ്യ കൂടിക്കാഴ്ച പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം വേണ്ട എന്ന് വെച്ചാൽ അതൊരു നയതന്ത്ര ശൈലിയായി കണ്ടുകൂടെ? അതിനപ്പുറം കടന്ന് കോൺഗ്രസ് മോദിയെ ആക്രമിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലുകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ട്രംപ് പറയുന്നതാണോ മോദി പറയുന്നതാണോ? പക്ഷേ ഓരോ സംഭവങ്ങളും കാണിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി പറയുന്നത് എല്ലാം പച്ചക്കള്ളമാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നുള്ളത്. ഞാൻ ഇന്ന് തന്നെ റിലയൻസ് ഇന്ത്യ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് RIL ഏറ്റവും അധികം റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരികയുണ്ടായി. ഞാനത് വായിക്കാം. 9 മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നത്. അത് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റീകാലിബ്രേറ്റിംഗ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് ടു അലൈൻ വിത്ത് ഇന്ത്യ ഗവൺമെന്റ്സ് ഗൈഡ് ലൈൻസ്. ഇന്ന് റിലയൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുക. റിലയൻസിന്റെ ഔദ്യോഗിക വക്താവ് അത് പറഞ്ഞിരിക്കുന്നത് എന്താ? റീകാലിബ്രേറ്റിംഗ് എന്ന വാക്കിലെടുത്തത് ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്ത്? റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇന്ത്യ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ? 4 ദിവസം മുമ്പ് ആദ്യം പറഞ്ഞു ദീപാവലി ആശംസ അറിയിക്കാൻ വേണ്ടി ട്രംപിനെ വിളിച്ചു. ഞാൻ ഇതിൽ ഒരൊറ്റ കാര്യം ആഡ് ചെയ്തോട്ടെ ശ്രീ റോണി കെ ബേബി. ട്രംപ് ആദ്യം റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ സബ്സിഡി ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അത്രയും സബ്സിഡി ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ മെച്ചം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇല്ല എന്ന ഒരു ഫാക്ട് കൂടി അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ആദായകരമായ മറ്റ് സാഹചര്യങ്ങൾ തേടുന്നതിൽ തെറ്റില്ല. അതാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്കൾ തുടർന്നോളൂ. ഇന്നും വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ, ഒപ്പക് ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള വിവിധ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ അവര് ക്രൂഡ് ഓയിലിന് ചുമത്തുന്ന റേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇന്നും നമുക്ക് പെട്രോളിയം കിട്ടാവുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണയില് അളവിൽ കുറവ് വരികയാണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് കേണൽ ഡിന്നി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞു, റഷ്യയിൽ നിന്നുമുള്ള നമ്മുടെ ഇമ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള കണക്ക് വെച്ച് ഞാൻ പറയാം. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നമ്മൾ 40% റഷ്യയിൽ നിന്നും നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യം പറഞ്ഞാൽ 17.5 ലക്ഷം 17.5 lakhs ബാരൽ ക്രൂഡ് ഓയിൽ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം അതിന്റെ അകത്ത് 6% ഇടിവുണ്ടായി. 34% നമ്മുടെ ഇടിവുണ്ടായത്. കറസ്പോണ്ടിങ് അതിന് തൊട്ടുമായി അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിൽ 6% കൂടി. റഷ്യയിൽ നിന്നും 6% ഇമ്പോർട്ട് കുറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് 6% കൂടി. അപ്പോൾ അതിനർത്ഥം എന്താ? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്നുള്ള റേറ്റും റഷ്യയിൽ നിന്നുള്ള റേറ്റും നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം. നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യൻ വിപണി ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിൽ നിന്നും വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്? എവിടെയാണ് ദീപാവലി ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു തവണയല്ല 5 തവണ പറഞ്ഞു പ്രധാനമന്ത്രിയുമായി ദീപാവലി ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങൽ ഞങ്ങൾ കുറച്ചും കൊണ്ടുവരും, ഞങ്ങൾ കുറയ്ക്കും. വിദേശകാര്യ മന്ത്രാലയം എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ഫോൺ കോൾ പോലും നടന്നിട്ടില്ലെന്നാ പറയുന്നത്. പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം അത്രേ പറഞ്ഞു ഇങ്ങനെ ഒരു ദീപാവലി ആശംസകൾ ഉണ്ടായിട്ടില്ല, ആശംസകൾ അറിയിച്ചിട്ടില്ല. പക്ഷെ ദീപാവലി കഴിഞ്ഞ് ഇന്ന് 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് കൃത്യമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പരിശോധിക്കാം. അങ്ങനെ ഒരു കോൾ ഉണ്ടായി എന്നും ആ സൗഹൃദത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മോദിയുടെ തന്നെ ട്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ എന്താ അങ്ങനെ ഒരു ഫോൺ കോൾ പോലും ഉണ്ടായിരുന്നു. ആര് പറയുന്നത് വിശ്വസിക്കുന്നത്? കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യ 146 കോടി ജനങ്ങളുടെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് തന്നെ വിശ്വസിക്കേണ്ടി വരും. അല്ല, അങ്ങനെയെങ്കിൽ പിന്നെ ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പാക്കിയിട്ടിരുന്നത്. ട്രംപ് പറഞ്ഞു ഇന്ത്യ ഉറപ്പ് നൽകി ഞങ്ങൾ ഈ പറയുന്ന റഷ്യയിൽ നിന്നുമുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കും. അതാണല്ലോ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക വക്താവിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആണ്. അന്ന് പരിശോധിക്കുക, അവരുടെ ട്വിറ്റർ പരിശോധിക്കുക. ഞാൻ അവരുടെ ശ്രീ റോണി കെ ബേബി, ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്
വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും ഉപകാരപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അത് ഇവിടുത്തെ ഉപഭോക്താക്കളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള വിപണിയാണ് ഇന്ത്യ പ്രിഫർ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ തീരുമാനങ്ങൾ മാറാം. മറ്റൊന്ന്, ഈ ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ ലിവറേജ് ഉള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യക്ക് അതുപോലെ അമേരിക്കയോട് ഫൈറ്റ് ചെയ്യുക സാധ്യമല്ല സ്വന്തം നിലയിൽ. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ഇന്ത്യക്ക് വേണ്ടിവരും. മുൻകാലങ്ങളിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നമ്മളത് ചെയ്യേണ്ടി വരും. കാരണം ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് താങ്കൾക്ക് മനസ്സിലാകാത്തതല്ലോ? നമ്മൾ വളരെ സത്യസന്ധമായി ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യബോധമുള്ളവയാണ്, അവയാണ് യഥാർത്ഥത്തിലുള്ളതും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി, BJP അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ, അവരുടെ വക്താക്കളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങനെയായിരുന്നില്ലല്ലോ. ഒരിക്കലും അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമുടക്കാത്ത പ്രധാനമന്ത്രി, അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ ഇപ്പോൾ ഓരോ തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോകുവാനും മറ്റു ലോക നേതാക്കളെ കാണുവാനും അവരെ കെട്ടിപ്പിടിക്കുവാനും അവരോടൊപ്പം സെൽഫി എടുക്കുവാനും ഒക്കെയോ ആലിംഗനം ചെയ്യുവാനും ഒക്കെയുള്ള ഒരവസരവും പാഴാക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ശ്രീ റോണി കെ ബേബി, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം താങ്കളോട് ചോദിക്കട്ടെ. താങ്കളെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി, അയാൾ ഒരു ചടങ്ങിലേക്ക് താങ്കളെ ക്ഷണിച്ചാൽ താങ്കൾ അവിടെ പോവുകയാണോ ചെയ്യുക, പോകാതിരിക്കുകയാണോ ചെയ്യുക, അതോ ഉച്ചത്തിൽ അയാളോട് തെറി വിളിച്ച് ഏറ്റുമുട്ടാനാണോ തീരുമാനിക്കുക? എന്തായിരിക്കും താങ്കളുടെ ചോയ്സ്? ഇവിടെ ഇപ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇന്ത്യ ഈ നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇന്ത്യക്ക് വളരെ ശക്തമായ സാമ്പത്തിക ബന്ധങ്ങളുണ്ട്, നമുക്ക് വളരെ ശക്തമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മനഃപൂർവ്വം അവിടെ പോകാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ട്രംപിനെ പേടിച്ചുകൊണ്ട് ട്രംപിന് മുഖം കൊടുക്കാൻ തയ്യാറാകാതെ, അത് തന്നെയാണല്ലോ ഇവിടെ പറഞ്ഞ. ഞാൻ ചോദിച്ചതിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ താങ്കളോട് വ്യക്തിപരമായി ഒരു തീരുമാനം താങ്കൾ എന്തെടുക്കുമെന്ന് ചോദിച്ചിരുന്നു, അതിന് മറുപടി ഉണ്ടോ? കൃത്യമായി പറയാം. ഒരാൾ നടത്തുന്ന വ്യക്തിപരമായ അയാൾ നടത്തിയ ചടങ്ങിൽ അയാൾ എന്നെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയാണെങ്കിൽ ഞാൻ അതിനകത്ത് പഠിപ്പിക്കില്ല. പക്ഷെ ഇത് ട്രംപ് നടത്തുന്ന വ്യക്തിപരമായ ചടങ്ങല്ല. ഒരാൾ എന്നെ കുറിച്ച് വളരെ അപവാദം പ്രചരിപ്പിക്കുന്നു, അയാളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നു അല്ലെങ്കിൽ അവസരം നടക്കുന്നു, എനിക്ക് പോകാതിരിക്കാം. പക്ഷെ ഇവിടെ നടക്കുന്ന ആസിയാൻ എന്ന് പറയുന്നത് ട്രംപിന്റെ സ്വകാര്യ ചടങ്ങല്ല, വ്യക്തിപരമായ ചടങ്ങ്. എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എല്ലാവരും കൂടി. അതുപോലെ തന്നെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ആ കെയ്റോയിൽ നടന്ന ഗാസയുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഏക പ്രധാനമന്ത്രി, ഏകരാഷ്ട്രത്തലവൻ നടന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. കാരണം എന്താ? മോദിക്ക് ട്രംപിനെ അഭിമുഖീകരിക്കാനായിട്ട് ഭയമാണ്, മോദിക്ക് ട്രംപിനെ പേടിയാണ്. അതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ട്രംപിന്റെ മുഖത്ത് നോക്കാൻ. ഇപ്പോൾ എത്രയോ അബോധപ്രചരണം വന്നു, എന്റെ പേരിൽ ഒരു വ്യക്തിപരമായ ഏറ്റുമുട്ടൽ എന്നത് അമേരിക്കയുമായി സാധ്യമാകുമോ? അങ്ങനെ ഒരു വേദിയിൽ ഒരു ചർച്ചയിൽ പരസ്യമായി മറുപടി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് നല്ലതാണോ? ഏത് നയതന്ത്രമാണ് ഇതിൽ ഏറ്റവും സ്വീകാര്യമായി ഉള്ളത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് വരാൻ വൈകിയതിൽ ക്ഷമിക്കുക. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, എന്നാലേ താങ്കൾക്ക് വിശദമായി മറുപടി പറയാൻ പറ്റുള്ളൂ.